ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിഷു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് വിഷു വീട്ടിൽ നിന്ന് ആഘോഷിച്ച് രണ്ടാമത്തെ വിഷു വൈഫ് ഹൗസിലേക്ക് വരികയായിരുന്നു. രാത്രിയാണ് വന്നത്, ലേറ്റായി. നാളെ രാവിലെ കണി വെക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. പിന്നെ മക്കളൊക്കെ ഒന്നിച്ച് കൂടിയിട്ടുണ്ട്. എല്ലാവരും നല്ല ഉത്സാഹത്തിലായിരുന്നു. ഈ കണി വെക്കേണ്ട ഐറ്റംസ് പൂർണ്ണമായിട്ട് എന്തൊക്കെയാണെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളതുകൊണ്ടൊക്കെ അങ്ങനെ വെക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിലൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുമ്പളങ്ങ വെക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, കുമ്പളങ്ങ വീട്ടിൽ തന്നെ അവിടെ ഉണ്ടായതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചതാണ്. പിന്നെ വെക്കാൻ പാടില്ല എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷമാണ് അറിയുന്നത്. അപ്പോൾ കുമ്പളങ്ങ കൂടി വെച്ചിട്ടുണ്ട് ഇതിൽ. രാവിലെ എഴുന്നേറ്റു. കണിയൊക്കെ കണ്ടതിന് ശേഷം മക്കളൊക്കെ എഴുന്നേറ്റു. വിളിച്ചപ്പോൾ തന്നെ എഴുന്നേറ്റു. അവരൊക്കെ ആകാംക്ഷയിലായിരുന്നു. കണ്ണനും വിക്കും ലേറ്റായിരുന്നു കിടക്കുമ്പോഴും. അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ എഴുന്നേക്കൊക്കെ ഉണ്ടായി. അപ്പോൾ എല്ലാവരും കണിയൊക്കെ കണ്ടു. കുറച്ച് പടക്കമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ചു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. നമ്മളിന്ന് വീട്ടിൽ വെച്ചിട്ട് കണിയൊക്കെ കണ്ടു. അതിനുശേഷം ഒരു അമ്പലത്തിൽ പോവാണ്. തൊടിക്കളം ശിവക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി പോവാണ്. നമ്മൾ കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് പോവാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. എനിക്ക് പറ ഹാപ്പി വിഷു. സൗണ്ട് പറ. പോയി വിഷുദിനായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ നല്ല തിരക്കായിരുന്നു ഇന്ന്. പിന്നെ ഈ അമ്പലക്കുളം കാണുമ്പോൾ ഓർമ്മ വരുന്നത്, ഞാൻ ആദ്യമായിട്ട് ശബരിമലക്ക് പോകാൻ വേണ്ടി മാല ഇട്ടത് ഇവിടുന്നായിരുന്നു. അപ്പോൾ അന്ന് ഇവിടുന്ന് രാവിലെ വന്ന് ഈ കുളത്തിൽ നിന്ന് കുളിച്ചതും അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ആ മക്കളോട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ മേലെ തൊഴുതതിന് ശേഷം താഴെ ശാസ്താവ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് അത് തൊഴുതു. അപ്പോൾ അന്നേരം മക്കൾക്ക് ആ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ അവിടെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനും കുറച്ച് റീൽസും വീഡിയോസൊക്കെ എടുത്തു. അതിന് ശേഷം പിന്നെ അവിടെ തൊട്ടപ്പുറത്തെ ദേവീനെ കാണണമെന്നുള്ള ഒരിതില്ലേ, അപ്പോൾ ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ദേവീനെയൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴി കണ്ണം ഫോറസ്റ്റിലെത്തി. അപ്പോൾ ഇവിടെ സ്ഥിരം ഫോട്ടോഷൂട്ടും അതൊക്കെ നടക്കുന്നൊരു ഏരിയ ആണ്. നല്ല എന്താ പറയുക, ഒരു ആംബിയൻസ് അടിപൊളിയാണ്. ഉണ്ടാവും ഒരുപാട് വണ്ടികളൊക്കെ നിർത്തി ഒരുപാട് പേര് അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളും അവർ നല്ല സ്പോട്ട് കണ്ടപ്പോൾ അവിടെ വണ്ടി സൈഡാക്കി കുറച്ച് ഫോട്ടോസ് റീൽസൊക്കെ എടുത്തു. ഇതിന് നേരെ താഴെ തന്നെയാണ് വെളുമ്പത്ത് പള്ളി വരുന്നത്. ഇവിടുന്ന് ഒരു 2 വർഷം മുന്നേ ഇതേപോലെ തന്നെ ഒരു വിഷുവിന് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി വൈകിട്ട് പടക്കം പൊട്ടിച്ചപ്പോൾ കൈ കുറച്ച് പൊള്ളിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടല്ല നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു. ഒരു 2 മാസത്തിന് മേലെ റെസ്റ്റായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. അവിടുന്ന് നേരെ തിരിച്ച് വരുമ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് അത്തിയാറക്കാവ്. ഇവിടെ കാവിനെ ആ ഒരു കാവായിട്ട് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ട് കാവിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും അലോഡില്ല. അപ്പോൾ താഴെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. നമ്മൾ ഇറങ്ങുമ്പോഴേ ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒത്തിരി ലേറ്റായി. അപ്പോൾ ഇവിടെ വീട്ടിൽ കുറച്ച് അവർ ഫാമിലിയിലുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള ഫാമിലി മെമ്പേഴ്സ്.
അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. പിന്നെ എവിടെയെങ്കിലും പുറത്ത് പോകാമെന്നൊക്കെ കരുതി, എല്ലാവരും ഒന്നിച്ചുള്ളതല്ലേ. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് അവിടേക്ക് പോകുമായിരുന്നു. അവിടുന്ന് കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്ത് ഒന്നിച്ച് കൂടിയതല്ലേ, അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോയും റീൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് പോകുമായിരുന്നു.